അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചെറുപ്പത്തിൽ തന്നെ പോരാട്ട വീര്യമുണ്ടായിരുന്ന പ്രവാചകനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബാബിലോണിയയിലെ കൊട്ടാരത്തിന്റെ അടുത്ത് പൂജാരിയുടെ വീട്ടിൽ താമസിച്ചിട്ടും അവിടെ നിന്ന് ബഹുദൈവ ആരാധനയോട് ഒറ്റയ്ക്ക് പൊരുതിയ മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ അനുയായികളും തന്റെ കുടുംബക്കാരും എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടു. എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടിട്ട് പോലും തന്റെ കുടുംബത്തിലെ പിതാവാണ് വിഗ്രഹമുണ്ടാക്കുന്നത്. ആ കുടുംബത്തിൽ കഴിഞ്ഞിട്ട് പോലും പടച്ചവനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഏകദൈവ വിശ്വാസത്തിന്റെ പേരിൽ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും റബ്ബല്ല, വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞിട്ട് പോരാട്ടം നടത്തിയത് ചെറുപ്പത്തിലാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലഖദ് ആതൈനാ ഇബ്രാഹീമ റുസ്തഹു മിൻ ഖബൽ വകുന്നാ ബിഹി അലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറുപ്പകാലം മുതലേ പോരാട്ട വീര്യങ്ങൾ നടത്തുകയാണ്. ബഹുദൈവ വിശ്വാസത്തിന്റെ എതിരായി ആ ചെറുപ്പം മുതലേ പോരാട്ടം നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അവിടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. അവസാനമല്ലാ വിഗ്രഹങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. അവസാനം നംനൂർ എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കിങ്കരന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവിടെ നിന്ന് ചെറുപ്പത്തിൽ തന്നെ പിടിച്ചു കൊണ്ടുപോയി. അവസാനം പടച്ചവനെ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിനകത്തേക്ക് വലിച്ചെറിയാ തയ്യാറെടുക്കുമ്പോ ആ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞതും ഒറ്റയ്ക്കായിരുന്നു സഹോദരാ. ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്തെന്നറിയുമോ? ലമ്മാ അൽഖാ ഇബ്രാഹീമു ഫിന്നാർ ഖാല അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദാ അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദാ വഅന ഫിൽ അർളി വാഹിദാ. നമ്രൂദിന്റെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പും വില്ലും തയ്യാറാക്കി വെച്ച് അതിനകത്തേക്ക് എയ്ത് വിടാൻ പോകുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന, നബിയെ സഹായിക്കാൻ, നബിയെ രക്ഷപ്പെടുത്താൻ, നബിയെ ഒരു അനുവാദം നൽകി.